വേണോ, നമുക്ക് എത്ര ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത്. എന്തിനാണ് ഇവിടെ വലിയ താത്വിക അവലോകനമൊക്കെ നടത്തുന്നത്? എന്താണ് ഇവിടുത്തെ വിഷയം? ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമായി, ആ കവാടത്തിന്റെ ഇരുവശത്തുമായി ഉള്ള ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികളാണ് ഈ പോയിട്ടുള്ളത്. ആ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ, അതായത് ഒരാളിന്റെ ഹൈറ്റ് ഉണ്ട് അതിന്, ഒരാൾ ഉയരമുള്ള ദ്വാരപാലക വിഗ്രഹം. അതിന്റെ മുഖമൊഴിച്ചിട്ടുള്ള ബാക്കി മുഴുവനും സ്വർണം പൊതിഞ്ഞിരിക്കുകയാണ്. ആ സ്വർണം ഇളക്കിക്കൊണ്ടുപോയി ഈ രീതിയിൽ അനധികൃതമായി കൊണ്ടുപോയി ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നത് മാത്രമാണ് ഇതിനകത്തെ വിഷയം. നോക്കൂ, ഈ ശബരിമലയിൽ എന്നല്ല, എവിടെയും ഏത് ക്ഷേത്രങ്ങളിലെയും ഇതുപോലെയുള്ള സ്വർണവുമായി ഇങ്ങനെയുള്ള തിരുവാഭരണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വർക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഇത് ദേവസ്വം ചട്ടമനുസരിച്ച് ആ പ്രിമൈസസിലായിരിക്കണം നടക്കുന്നത്. അവിടെ ഉദ്യോഗസ്ഥരുടെയും ക്യാമറകളുടെയും മേൽനോട്ടത്തിൽ അതിന്റെ മുമ്പിൽ അത്രമാത്രം സേഫായിട്ട് നടക്കേണ്ട പ്രക്രിയ, അതാണ് അവിടെ നിന്ന് ഇളക്കിയെടുത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ വേറൊന്ന്, ഇതിൻ്റെ അകത്ത് ആർക്കും കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുള്ള മറ്റൊരു തട്ടിപ്പും കൂടെ നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ മുഴുവൻ നടക്കുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡിന്റെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അവിടെയുള്ള സ്വർണം, ആ സ്വർണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ 24 ക്യാരറ്റ് സ്വർണം അല്ല. അവിടെ സമർപ്പിച്ചിരിക്കുന്ന സ്വർണം, അവിടെയുള്ള സ്വർണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ 24 ക്യാരറ്റ് തങ്കമാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ അകത്ത് ഒരു ചെറിയ പെർസെൻറ്റേജ് ചെമ്പും കൂടെ ചേർത്തിട്ടാണ് അതിന് ബലം വെക്കുന്നത്. ഈ സാധനം കൊണ്ടുപോയിട്ട് ഇതിനെ 22 ക്യാരറ്റ് ആക്കി തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഡിഫറൻസ് വരുന്ന സ്വർണം മുഴുവൻ പോവുകയാണ്. അതൊന്നും രണ്ടും ഒന്നും അല്ല, കിലോ കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് വരുമാനമുള്ള ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ ഒരാൾ പൊക്കമുള്ള ഒരു വിഗ്രഹത്തിൽ നിന്ന്, അത് പബ്ലിക്കായിട്ട് അവിടെ വെച്ചിരിക്കുകയാണത്. ക്ലാഡഡ് ഗോൾഡ് ആണത്. സ്വർണം, മെർക്കുറിയും ഈയവും ചേർത്ത് ഒട്ടിച്ച് വളരെ വളരെ ബലമുള്ള സംഭവമാണത്. അതിൽ നിന്ന് ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു പ്രക്രിയയാണത്. അല്ലാതെ എടുത്ത് വെറുതെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അഴിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനമല്ല ഇത്. അപ്പം അതങ്ങനെ അവിടെ ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ അവർക്ക് സപ്പോർട്ട് കിട്ടിയിരിക്കണം. നമുക്ക് വെറുതെ കോമൺ സെൻസ് പോലെ വേണം ഇത് ആലോചിച്ച് മനസ്സിലാക്കാൻ. ഇവർ പറയുന്നത് എന്താണ്? ദേവസ്വമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, സർക്കാരിനൊരു ബന്ധവുമില്ല. എന്നിട്ട് എന്തിനാണ് വർഷാവർഷം അവിടെ ശബരിമല നട തുറക്കുമ്പോൾ ഈ ദേവസ്വം മന്ത്രി എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം ഉണ്ടല്ലോ ഇവരുടെ കൂട്ടത്തില്, ഇല്ലേ? എന്തിനാ പിന്നെ ദേവസ്വം മന്ത്രി? ഈ ദേവസ്വം മന്ത്രി, വിശ്വാസിയല്ലാത്ത ദേവസ്വം മന്ത്രി, ഇവിടെ ഇരിക്കുന്നവര് ഇപ്പം വീടൊക്കെ ശബരിമല പോയിട്ടുണ്ടാവും, ഇവരെല്ലാവരും പോയിട്ടുണ്ടാവും. ആ നട ശ്രീകോവിലിന്റെ മുമ്പിൽ എന്തുമാത്രം ഇടുങ്ങിയതാണ് നമുക്കറിയാം. എത്ര പേർക്ക് അവിടെ തികച്ചു നിൽക്കാൻ കഴിയും? അതുവഴി ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ ഭക്തിപുരസരം പാസ് ചെയ്തു പോകുമ്പോൾ ഈ വിശ്വാസിയല്ലാത്ത ഈ മന്ത്രി പുങ്കവൻ അവിടെ വന്ന് കയ്യും കെട്ടി വായി നോക്കി നിൽക്കുകയാണ്. ഇയാൾക്ക് എന്താ അവിടെ കാര്യം?